അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബ്രുവരി കണ്ടില്ലേ? ഞാൻ ജനുവരിയിൽ ഇറങ്ങി ഡിസംബറിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അങ്ങനെ വന്നാൽ മലയാള സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബ്രുവരി കണ്ടതാണ്. ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ 4 വിജയങ്ങളാണ് നമ്മൾ ഫെബ്രുവരി കണ്ടത്. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം, പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ജാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ്. പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ. അപ്പൊ അതില് ഒരു ചുവട് ഞങ്ങളും കൂടെ വെക്കുകയാണ്. നല്ല സിനിമകള്, നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളൊന്നും ചെറുതൊന്നും ഇല്ലാത്ത നല്ല സിനിമകള് ഞങ്ങള് വിത്ത് KRG ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങള് മറ്റുള്ള ഭാഷകൾ വരണ്ടെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല. നല്ല സിനിമകൾ വരട്ടെ, നല്ല കണ്ടന്റ് വരട്ടെ. അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും. അത് അന്യഭാഷ മാത്രമല്ല, മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ ഇടയ്ക്കൂടെ ഈ OTT കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട്, ഇപ്പം OTTയുടെ ഈ 30 ദിവസം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പൊ ഇത് കോഎക്സിസ്റ്റ് ചെയ്യുക. അതിപ്പം നമ്മൾ കുറച്ചുപേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് OTTയുടെ ടേംസിനൊന്നും മാറ്റാൻ പറ്റില്ല. അത് പറയാൻ ഞാൻ OTT വർക്ക് ചെയ്യുന്ന ഒരാളല്ല, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെയാണ് OTTയിൽ ആദ്യത്തെ സിനിമ കൊടുത്തത്. ഞാൻ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും. അതിനെ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. അല്ല, ഞാനതിന് പല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഇപ്പം 16 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. ഇപ്പൊ വിജയ് സുബ്രഹ്മണ്യം എന്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ, വിജയ് കുറെ നാളായിട്ട് ഇത് പറയുന്നത്, ഞാൻ അതിൽ ആദ്യം കണ്ടത് കഥയുടെ ഒരു യുണീക്നെസ്സും വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. ഈ 2 പോസിറ്റീവാണ്. വിജയ് ടോൾഡ് അബൌട്ട് ദി സ്ക്രിപ്റ്റ് ആൻഡ് ഐ സെഡ് ഐ എം റെഡി ടു പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഈസിയാണ്. ഫ്രൈഡേയിൽ ഞാനിപ്പോ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡേയിൽ എന്നിട്ട് കേൾക്കാൻ ഒരു ടീമുണ്ട്. നമുക്ക് ഇപ്പൊ വളരെ ഈസി ആയിട്ട് ഫ്രൈഡേയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് 1 ലൈൻ എഴുതാം. അത് വായിക്കുന്നുണ്ട് ഡെയിലി. അതിൽ നിന്ന് തന്നെ 3-4 കഥകളുടെ ഫൈനൽ ഡിസ്കഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് അത് ചിലപ്പോൾ വെബ് സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ സിനിമയാവാം. അതൊരു എന്റർടൈൻമെന്റ് കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് അതെ, കൽപ്പിന്റെ കാര്യം പറഞ്ഞു. അതാണ് പറഞ്ഞത്. നമ്മളുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം. നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് വരും. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി നീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ KRG ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. എല്ലാ ഏരിയാസ് ഓഫ് സിനിമ, അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് KRG ബാലൻസ് ചെയ്യും, അവർക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ ആ ഒരു കൊളാബറേഷനാണ് KRG സ്റ്റുഡിയോസുമായിട്ട് ടൈപ്പ് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്,
അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൊളാബറേഷനിലേക്ക് പോകുന്നത്. അല്ല, അത് അങ്ങനെ ഇങ്ങനെ തീരാൻ പോകുന്നില്ല. ഒരു പ്രൊഡ്യൂസർ ചെറിയ സിനിമ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ്, ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലെ. അതിനൊരു മാറ്റം വരുത്തണം. ഇതൊക്കെ ഒരു വേറൊരു ഡിസ്കഷനിൽ ഇരുന്ന് പറയാനുള്ളത്, ഒരു ഡിബേറ്റ് ആയിട്ട് തന്നെ പോകേണ്ട കാര്യമാണ്. അത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാരവാഹികൾ സംസാരിക്കും. ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അവർ സംസാരിക്കട്ടെ. അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. എണ്ണം കുറയ്ക്കണമെന്നൊന്നും പറയില്ല, അത് കോഎക്സിസ്റ്റ് ചെയ്യണം. അത് കോഎക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് അപ്പം എണ്ണം കുറയ്ക്കണമെന്നും പറയില്ല. പറഞ്ഞെ അതിനെ നല്ല സിനിമകൾ തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം ഒറ്റിറ്റിൽ വരും, അത് കഴിഞ്ഞ് സാറ്റലൈറ്റിൽ വരും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമെന്നല്ല പറഞ്ഞത്. ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക. അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അതായത് ഈ ബിസിനസ്സുകളെ വിചാരിച്ചുകൊണ്ട് ഇനി സിനിമ എടുത്താൽ പഴയ പോലെ ഒന്നും വർക്കാവില്ല. ആളുകൾ ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു. പക്ഷെ അതിലൊക്കെ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടറിയാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഇനിയും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് കണ്ടറിയാം. ഇപ്പൊ കണ്ടോളും. അടുത്താഴ്ച അതൊക്കെ വേറെ ഒരു പ്രശ്നം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം, അത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അതായത് തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രത്തില് ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാരും കരുതുന്ന ഒരു മാസം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. നോർമലി ഈ സിനിമകൾക്ക്, ഇപ്പോൾ ഓടുന്ന സിനിമകൾക്ക് അതൊരു ഗുണം ചെയ്തില്ലേ? കാരണം വെച്ചാൽ ഈ ഒരു 2 ആഴ്ച ഗ്യാപ്പ് ആ ഒരു സിനിമയ്ക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ, മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് തിയേറ്ററുകളിലൊക്കെ എങ്കിലും റിലീസിംഗ് തിയേറ്ററായിട്ട് മാറുകയും അപ്പൊ അവരിൽ ആ ഷോ നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പൊ നിലവിലുള്ള കളക്ഷൻ കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ. അങ്ങനെയൊന്നുമില്ല. അതൊരു സെക്ഷൻ, ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഇതിനെ. അല്ലേ ശിവു? കറക്റ്റ് അല്ലേ പറയുന്നത്? വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിനകത്തൊന്നും ഒരു 80-90% തിയേറ്ററൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സെക്കൻഡ് വീക്കിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടോ എന്നുള്ളും നമുക്ക് സംശയമുണ്ട്. ഓക്കെ. ഈ ഒരു സംരംഭം ഇവിടുന്ന് അങ്ങോട്ട് പ്രപ്പോസൽ പോയതാണോ? നോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ടൈപ്പ് വേണം. എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇനി അങ്ങോട്ട് കൊലാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ ഈ 4 പടങ്ങൾ നിങ്ങൾ നോക്കും, എല്ലാം ആരും ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തിനാണെങ്കിലും അവിടെ നിന്ന് സ്റ്റുഡിയോ ബാക്കിംഗ് ഉണ്ട്. പ്രേമലു ആണെങ്കിലും ഒരു ജോയിന്റ് എഫേർട്ടാണ്. ബ്രഹ്മയുഗം സ്റ്റുഡിയോ പാർട്ട്ണർഷിപ്പിലാണ്. മഞ്ഞുമല്ലും കൊളാബറേഷൻ ഉണ്ട്, പല രീതിയിലുള്ള കൊളാബറേഷൻ. അപ്പം ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ. കൂടുതൽ നമ്മൾ സ്ട്രെങ്സ് യുണൈറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരാൻ. അത് ക്രിയേറ്റീവ്ലി ആണെങ്കിലും കമേഴ്ഷ്യലി ആണെങ്കിലും ഓൾ ഏരിയാസ് ഓഫ് സിനിമ, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മുടെ കുറച്ച് നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റി will enable that good cinemas are made and it is distributed well, it is marketed well, it is reached to the audience well. ഈ മാർക്കറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുത്തു എന്ന് പറയുകയും അതേസമയം മാർക്കറ്റിംഗ് കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്ത് താങ്കൾക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താണ്? അല്ല, ഞാൻ എന്റെ സിനിമയ്ക്ക് ആവശ്യമായ മാർക്കറ്റിംഗ് മാത്രമേ, ഓരോ സിനിമയ്ക്കും
അതിനാവശ്യമായ ആ സിനിമ കണ്ടിട്ടുള്ളത്, റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസറും അതിന്റെ ഇമ്മീഡിയറ്റ് ടീമും മാത്രമാണ്, അല്ലെങ്കിൽ ഡയറക്ടറും അതിന്റെ ഇമ്മീഡിയറ്റ് ടീമാണ്. ഇപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ എന്താണ് ആ സിനിമ, ട്രെയിലർ ഷുഡ് ബി ദ മിനിയേച്ചർ ഓഫ് ദ ഫിലിം. അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഓവർ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ഓടും. പക്ഷെ ഈ സിനിമ വരുന്നുണ്ട് എന്ന്, എന്തിനാണ് മാർക്കറ്റിംഗ്, ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക്, ഇതാണ് അതിന്റെ ജോണർ, ഇതാണ് അതിന്റെ ഒരു മൂഡ്, ഇതാണ് അതിന്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും, ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും, റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബട്ട് വാട്ട് വി ബിലീവ് ഇസ് the right content with the right amount of marketing released at the right time, distributed well, will always be a success.